ഈ വനം വകുപ്പും റിയൽ എസ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആദ്യമൊന്ന് സംശയിച്ചുവെങ്കിലും നമുക്ക് മാത്രമല്ല, നമ്മുടെ വനം മന്ത്രി ഷിബു ബേബി ജോണിനും ആ ഒരു സംശയം തോന്നി. നമ്മുടെ തിരുവനന്തപുരത്ത് ഹയാത്ത് റീജൻസിയിൽ ക്രെഡായി സംഘടിപ്പിച്ച റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംശയവും കാഴ്ചപ്പാടുകളും വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. കോൺഫറൻസിൻ്റെയും യോഗത്തിൻ്റെയും അധ്യക്ഷൻ ചെയർമാൻ ക്രെഡായി ശ്രീ റോയ് പീറ്റർ, തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ആരാധനായ മേയർ ശ്രീ വി രാജേഷ്, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ക്രെഡായുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, പ്രിയമുള്ളവരെ, പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ ക്രെഡായുടെ പ്രഥമ കോൺഫറൻസിൽ അപ്പാർട്ട് ഫ്രം പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നെനിക്കറിയാൻ വയ്യ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുള്ള വളരെ പ്രധാനമായ ഒരു MOU ഇവിടെ കൈമാറപ്പെടുന്നു എന്നറിഞ്ഞത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്താണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി ഗവൺമെൻറ് അടുത്ത 5 വർഷം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഹ്രസ്വമായിട്ട് ബ്രീഫായിട്ട് ഒരു പ്രസംഗം എന്ന് പറയുന്നില്ല, ബ്രീഫായിട്ട് നിങ്ങളെ അറിയിക്കും. ഞാനിതിൽ ഈ കഴിഞ്ഞ 45 ദിവസത്തിനിടയിൽ ഞാൻ കണ്ടത് ഒന്ന്, ഇന്നിപ്പോൾ അധികാരമേറ്റ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവർ മാത്രമാണ് ഈ ക്യാബിനറ്റിലുള്ളത് എന്നുള്ളൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള അവസരമാണ്. മുൻകാലങ്ങളിലെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഈ കഴിഞ്ഞ ഗവൺമെൻറ് വരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തു. പക്ഷെ നമുക്കിതൊരു ആ പൂർണ്ണ അർത്ഥത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബഹുമാനത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും ബഡ്ജറ്റും എന്ന് പറയുന്നത് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇനിയുള്ള കേരളത്തിന് എന്താണ് ആവശ്യം അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല അതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിലൊരു സവിശേഷതയുണ്ട്. ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവരെ ഏതോ ഒറ്റ വാക്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ, ടൂറിസം മാഫിയ, ഇങ്ങനെയാണ് വിശേഷിക്കപ്പെടുന്നത്. അതൊരു നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവർ നൽകുന്ന സംഭാവനകൾ കുഴപ്പക്കാരില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, കുഴപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് പക്ഷേ നമുക്ക് അറ്റ് സം പോയിന്റ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാര് അവരെ കണ്ട് എൻകറേജ് ചെയ്യേണ്ട ഒരു നിർബന്ധിതമാകണം ഗവൺമെൻറ്. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ നിരവധിയായ പ്രശ്നങ്ങൾ എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. പല സുഹൃത്തുക്കളും ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഒരു മേഖലയാണ് നിങ്ങളുടെ ക്രെഡായി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അല്ലാതെ എൻ്റെ അനുഭവത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്ന റിവേഴ്സ് റെമിറ്റൻസ് അതാരും ശ്രദ്ധിക്കാതെ പോകും. നമ്മളെന്നും നമ്മുടെ റെമിറ്റൻസ് എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കുറേ കാലമായി നടക്കുന്ന റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടന്ന സർവേയിൽ 25 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടത്. അവരെ വേണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ അത് 50 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അനൗദ്യോഗിക കണക്കുകളുണ്ട്. അതിലേക്കല്ല വന്നത്. അന്നേരം ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെക്ടർ കേരളത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇനിയും ഒരുപാട് ചെയ്യാനുള്ള സെക്ടറിനെ നമ്മൾ പലപ്പോഴും വരിഞ്ഞ് മുറുക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കണം, അതാണല്ലോ കോൺസ്റ്റൻ്റ് ആയിട്ട്. ഗ്ലോബൽ ജോബ് പ്രൊഫൈലുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോഴും നിർമ്മാണം എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് യൂണിഫോംലി ഗ്രോ ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എല്ലാത്തിനും നിർമ്മാണ പ്രവർത്തനത്തിന് വരുമ്പോൾ അതിനാവശ്യമുള്ള അഗ്രിഗേറ്റ്സിനൊക്കെ നിയന്ത്രണം ഉണ്ടാക്കി കേരളത്തിൽ നിന്ന് കിട്ടാത്ത സ്ഥിതി ഉണ്ടാക്കി അന്യ സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന, അവിടുത്തെ എക്കോണമി റിവൈവ് ചെയ്തു കൊടുക്കുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ നമ്മൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചെയ്യുന്നത്. പുതിയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് യോജിച്ച്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടെ ഒരു ഡയലോഗിൻ്റെ ഭാഗമാക്കി ഗവൺമെൻറ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ളവരെ കൂടെ അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ വേണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ. പിന്നെ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് മുഖ്യമന്ത്രിയുമായി 11 മണിക്ക് തന്നെ അടുത്ത യോഗമുണ്ട് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ഗ്രോത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അലോങ് വിത്ത് നിങ്ങൾക്കിപ്പം എൻവയൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഭാഗമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെൽഫെയർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് കുറച്ചുകൂടെ അത് കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ ഞാൻ വന്ന് താഴെ നിന്നപ്പോൾ എൻവയൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി നിങ്ങൾ നൽകുന്ന ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബസ് ഷെൽട്ടർ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻവയൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റിയും ബസ് ഷെൽട്ടറും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല. അതേസമയത്ത് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഇപ്പം 90 ഏക്കേഴ്സാണ് ഈ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ്റെ ഭാഗമായി ചെയ്യുക. നമ്മളൊക്കെ പല കാലങ്ങളിൽ കാണിച്ചിട്ടുള്ള മണ്ടത്തരം, അതാത് സമയത്ത് ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളാണ്. ഇൻവേസീവ് സ്പീസീസ് വനം നിറഞ്ഞത് കൊണ്ട് തന്നെ ഒരു വന്യമൃഗങ്ങൾ പുറത്തിറക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അക്കേഷ്യ വെച്ചു, യൂക്കാലി വെച്ചു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെന്ന എന്ന് പറയുന്ന മഞ്ഞക്കൊന്നയുടെ പ്രശ്നം. ഇത് റിമൂവ് ചെയ്യാനുള്ള എൻ്റെ മുമ്പിലേക്ക് വന്ന പ്രോഗ്രാം, യൂക്കാലിപ്റ്റസ് റിമൂവ് ചെയ്യാനുള്ള ഗവൺമെൻറ് പ്രോഗ്രാം തന്നെ 2047 അവസാനിക്കുന്നത്. ഇനി 21 വർഷം കൊണ്ട് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് തന്നെ ഗവൺമെൻറ് പ്രോഗ്രാംസിൻ്റെ ഇഫക്റ്റീവ്നെസ്സും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇത്തരം സംരംഭങ്ങളിൽ തീർച്ചയായിട്ടും പങ്കാളികളായി നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇപ്പം 90 ഏക്കേഴ്സാണ് നമുക്ക് ടോട്ടൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 27,000 ഹെക്ടേഴ്സാണ് ഈ ഇൻവേസീവ് സ്പീഷീസ് മാറ്റി റെസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഈ 90 ഏക്കേഴ്സായി ഇങ്ങനെ ഒരു ഇത് വന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ഇതായി ഞാൻ കാണുകയാണ്. ഏറ്റവും പ്രശംസനീയമായ, അതിന് പ്രത്യേകിച്ച് റോയ് അതിന് മുൻകൈ എടുത്ത എൻ്റെ പ്രിയ സുഹൃത്ത് റോയെ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഹിം ഫോർ ദിസ് ഇനീഷ്യേറ്റീവ്. ഇങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി റെസ്റ്റോറേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ എൻ്റെ കീഴിലുള്ള ഒരു വകുപ്പാണ് സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ്. സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് സംടൈം ഇൻ 1980s തുടങ്ങിയതാണ്. അന്ന് വിറക് ആവശ്യമുള്ളവർക്ക് വിറക് കൊടുക്കാനും ഇൻഡസ്ട്രി ആവശ്യമുള്ളവർക്ക് ഇൻഡസ്ട്രിക്കുള്ള ഇത് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയിട്ട്. ഞാൻ പരിശോധനയിൽ ഒരാൾക്ക് പോലും ഇന്നുവരെ ഒരു വിറകും കൊടുത്തിട്ടില്ല ഈ വകുപ്പ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങളും പലപ്പോഴായി നിന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് എല്ലാ വർഷവും ഞങ്ങൾ തൈ വിതരണം ചെയ്യുന്നുണ്ട്. 6, 7, 8, 10 കോടിയുടെ തൈ വിതരണം എല്ലാം നടത്തുന്നുണ്ട്. ഈ തൈയെല്ലാം കൂടെ വളർന്നിരുന്നെങ്കിൽ കേരളത്തിൽ മനുഷ്യന് താമസിക്കാൻ സ്ഥലമുണ്ടാകില്ലായിരുന്നു. ആ നിലയിലേക്കാണ് തൈയുടെ എണ്ണവും ഇത് വെച്ച് നോക്കുമ്പോൾ. അത് ഒന്ന് റീഓറിയൻറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സമയത്ത് തന്നെ കാർബൺ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ അവൈലബിൾ ആക്കാം എന്നുള്ള ഒരു കാര്യം വി ഹാവ് അപ്പോയിൻറ്റഡ് കൺസൾട്ടൻറ്റ് ഫോർ ദാറ്റ്. വരും ദിവസങ്ങളിൽ അതിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പം മാംഗ്രോവ് റെസ്റ്റോറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ വെച്ച ഒരു കാര്യമുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം. ഞങ്ങൾ തൈ തരും, ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ റിയൽ സോഷ്യൽ ഫോറസ്ട്രി. അപ്പം എനിക്ക് കാഷ്യൂവിൻ്റെ ചുമതല കൂടിയുണ്ട്. കാഷ്യൂ ഇൻഡസ്ട്രീസ് ഡൈയിങ്. ഇവിടെ നിന്നും കാഷ്യൂ ഇല്ല. പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാഷ്യൂവിൻ്റെ അത് വേറെ ഒരു വകുപ്പിൽ നിന്ന് എല്ലാ വർഷവും 10 കോടി തൈ വേറെ വാങ്ങിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട് കാഷ്യൂവിൻ്റെ വകുപ്പിൽ നിന്ന്. ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളങ്ങനെ പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കാണുന്നില്ല. പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് അടക്കം ഞാനൊരു ആദ്യം വോളണ്ടിയർലി അതിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഈ
സോഷ്യൽ ഫോറസ്ട്രി കറക്റ്റായിട്ട് അതിൻ്റെ പ്ലാൻ ചെയ്ത് അത് വളർത്തിയെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അല്ല നിങ്ങൾ വന്ന് വളർത്തണമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അത് ഇത്ര ഏരിയ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് നിങ്ങളൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് സം ലേറ്റർ സ്റ്റേജ് കാർബൺ ക്രെഡിറ്റ്സിലേക്ക് പോലും എത്തിക്കാൻ ഒക്കുന്ന ഇതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പ്രപ്പോസലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിലും ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൂടി പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ലൈക്ക് ദ CM assured, ഗവൺമെൻറ്റിന് ചെയ്യാനൊക്കുന്ന എല്ലാ കാര്യവും ഈ മേഖല സംരക്ഷിക്കേണ്ട മേഖല എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പം പിടികിട്ടിയല്ലോ, റിയൽ എസ്റ്റേറ്റും വനവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി കേൾക്കാനും പഠിക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുപോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുവരെ എല്ലാവർക്കും